മക്കളെ എക്സാംസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 16th ജൂണിനാണ്. നമ്മൾ FM-ൻ്റെ എക്സാം കഴിഞ്ഞ ദിവസമാണെന്ന്. ഇന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഔട്ട് ചെയ്യുന്നത് എല്ലാ എക്സാമും കഴിഞ്ഞ ശേഷമായിരിക്കും. ഓക്കെ, ഷൂട്ട് ചെയ്യാനുള്ള റീസൺ ഒന്നുമില്ല. ഇന്ന് 5 മണിക്ക് മുമ്പ് തന്നെ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ഇഷ്ടംപോലെ പിള്ളേർ വിളിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാറേ, നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. 2 സ്ലോട്ട് നമ്മുടെ ഡിറ്റോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കിയുള്ള സ്ലോട്ടിലും നമ്മൾ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്ലോട്ട് ഒഴികെ, നമ്മുടെ ക്യാഷ് ഫ്ലോ ആൻഡ് റേഷ്യോ അനാലിസിസ് ഒഴികെ ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മെസ്സേജും കോളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇന്ന് ഔട്ട് ചെയ്യുന്നില്ല. റീസൺ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, അനാലിസിസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഈ ടൈപ്പ് ഓഫ് പരിപാടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. അത് ഓൾറെഡി കംപ്ലീറ്റ് ആയി, നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത പേപ്പർ പഠിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നല്ലാണ്ട് ആ സമയം വേസ്റ്റ് ആക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഐഡിയോളജി അല്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടാണ് എല്ലാ എക്സാമും കഴിഞ്ഞ ശേഷം മാത്രമേ ഈ വീഡിയോ പോലും ഔട്ട് ചെയ്യാമെന്ന് ഞാൻ സ്പെഷ്യലി ടീമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പിള്ളേരുടെ റിവ്യൂ നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. സർ, ആദ്യം തന്നെ ബിഗ് താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ സാറിൻ്റെ ക്ലാസ് ജൂൺ 2025 തൊട്ട് പേടിക്കുന്ന ഒരാളാണ്. എനിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എനിക്ക് ഇത്രയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടഫ് അല്ല, അതൊരു സിമ്പിൾ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി തന്ന സാറ് മാത്രമാണത്. കാരണം ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാരണം, ആ ഒരു ഒറ്റ സബ്ജക്റ്റ് കാരണം ഞാൻ ഈ കോഴ്സ് നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ച ആളാണ്. അതുകൊണ്ട് പറയാ, സത്യമായിട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ തന്നെ എൻ്റെ 5-6 ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്തിട്ട് അവരൊക്കെ സാറിന്റെ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് അവർ തന്ന റിവ്യൂ ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് അടക്കം അത് മേടിച്ചിട്ട് ഇപ്പൊ അവരിന്ന് എന്നോട് സത്യം പറഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞു. നീ അത് എനിക്ക് റെക്കമെൻഡ് ചെയ്തെന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആയത് എന്ന് പറഞ്ഞു. സാർ സത്യം പറയാലും അത്രയും അടിപൊളി ക്ലാസ് ആയിരുന്നു സാറിന്റെ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലാസ് ആയിരുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ് ആയിരുന്നു. ഒന്നും പറയാനില്ല, സെറ്റ് ക്ലാസ്സാണ്. ഞാൻ എപ്പോഴും പോയാലും ആരെങ്കിലും ഇത്ത ക്ലാസ് സജഷൻ പറയുമ്പോൾ ഞാൻ എടുത്ത് പറയും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് തന്നെ നോക്കുന്നത് 7th ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യനാണ്. കാരണം വർക്കിംഗ് ക്യാപിറ്റലും ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്. സാറിന്റെ ക്വസ്റ്റ്യൻ തന്നെ ഒരു 3-4 വട്ടം ചെയ്ത് പോവുക ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നോക്കിയപ്പോൾ തന്നെ ഒന്നുമില്ല, വേറെ ഒന്നും ആലോചിക്കാനില്ല. ഇതാണ് ഇക്വേഷൻ, ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള ഓട്ടോമാറ്റിക്കലി അറിയാൻ മൈൻഡിൽ. ശരിക്കും ഞങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് സ്റ്റുഡൻസിന് എന്താണ് ലേൺ വിത്ത് ലുക്മാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അവർക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അവർക്ക് റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഈ 3 പോയിൻ്റാണ് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ അവരുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സെൽഫ്. താങ്ക് യു.